ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? അപ്പോൾ നമ്മളിന്ന് അഹമ്മദാബാദിലൊരു വിശേഷമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴേക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ അഹമ്മദാബാദിൽ ഏറ്റവും വലിയ ജുമത്ത് പള്ളിയാണ് അത്ര കേട്ടോ. ഈ പള്ളിക്ക് എത്ര തൂണുകളുണ്ട് എന്നുള്ളത് എണ്ണിയാൽ തീരൂല എന്നാണ് ഇപ്പോൾ പറയണത് കേട്ടോ. അപ്പോൾ അവിടെ പോയി കണ്ടവർക്കല്ലേ ഇപ്പോൾ അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതുപോലൊരു പള്ളി ഹജ്ജിന് പോയവർക്ക് മീനയിലുണ്ട്. അപ്പോൾ അവിടെ ഹജ്ജിന് പോയവർക്ക് കാണാമെന്ന് ഇപ്പോൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഹജ്ജിന് പോയതുകൊണ്ട് ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ടാണ് കേട്ടോ പറയണത്. അപ്പോൾ അതാ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. നമ്മൾ കാണാത്തവർക്കൊക്കെ ഇങ്ങനെ ഫോട്ടോയിലും വീഡിയോയിലൊക്കെ കാണുമ്പോൾ നമുക്കിത് കാണാൻ ഇങ്ങനെ കൊതിയാവുമല്ലോ അല്ലേ. എല്ലാവർക്കും ഇത് കാണാൻ വേണ്ടിയിട്ട് അള്ളാഹ് തൗഫീക്ക് ചെയ്യട്ടെ. ഹജ്ജ് ഉംറയൊക്കെ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അള്ളാഹ് തൗഫീക്ക് ചെയ്യട്ടെ. അപ്പോൾ അത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമുക്ക് പുറത്തുനിന്ന് തന്നെ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ കയറിയിട്ട് കാണുമ്പോൾ എന്തായിരിക്കും അല്ലേ. പിന്നെ അതുപോലെ തന്നെ അവിടെയുള്ള ഓരോ ഭാഗങ്ങളും ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഇതാണ് കേട്ടോ കാണാനുള്ളത്. പിന്നെ ഇപ്പോൾ ഈ പോണത് ഒരു കുളത്തേക്കാണ് ഇത്ര കേട്ടോ. പണ്ട് കാലത്ത് ബ്രിട്ടീഷ് രാജാക്കന്മാർ കുളിച്ചിരുന്ന് കുളമാണത്ര കേട്ടോ. അത് നല്ല വലിയ കുളമാണത്ര. ഈ കുളത്തിൻ്റെ നടുക്കന്നെ ഒരു മരം നിൽക്കുന്നുണ്ട് ഇത്ര കേട്ടോ. അപ്പോൾ അതൊക്കെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ കണ്ടോ വലിയ കുളമാണത്ര. ഒരുപാട് വീതി നീളമൊക്കെ ഒരുപാടുണ്ട് എന്നാണ് പറയണത് കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ, ഒരുപാട് നീളവും വീതിയൊക്കെ ഉണ്ട് എന്നുള്ളത്. ആ കുളത്തിൻ്റെ നടുക്കാണ് ആ മരം നിൽക്കുന്നത് എന്നാണ് ഇപ്പോൾ പറയണത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെ വീഡിയോയിലൊക്കെ കാണുമ്പോൾ തന്നെ ഇങ്ങനെ കാണാൻ കൊതിയാവണുണ്ട് അല്ലേ. അപ്പോൾ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അസ്സലാമു അലൈക്കും.